നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. അത് നിറവേറ്റാനുള്ള യാത്രക്കിടയിൽ പകുതി ദൂരമെത്തിയപ്പോൾ നിങ്ങൾ വീണുപോയി. എന്തു ചെയ്യും? ഭൂരിപക്ഷം ആളുകളും നിരാശപ്പെട്ട് വീട്ടിലിരിക്കും. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു ചെറുപ്പക്കാരനുണ്ട്. നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു ചെറുപ്പക്കാരൻ. ഇത് ഈ കബഡി കളിക്കുന്ന കുട്ടികളുടെ കഥയല്ല, ഇവരുടെ പരിശീലകൻ സുധീഷിൻ്റെ കഥയാണ്. ഒരു കാലത്ത് സുധീഷും എതിരാളികളെ തൊട്ട് ഒഴിഞ്ഞു മാറി സ്വന്തം കബഡി കളത്തിൽ കയറാൻ മിടുക്കനായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കൈയൊന്നിടറി, അയാൾ വീണു. ഫ്രണ്ടിൽ വാ, ഒരുപാട് ഉള്ളിൽ പോലെ കുറച്ച് കാലൊക്കെ വൈഡ് വെച്ചിട്ടുണ്ട് ജീന. ഒരു 9ാം ക്ലാസ് എത്തുമ്പോഴാണ് നമ്മൾ ഒരു സ്കൂൾ സബ് ജൂനിയർ നാഷണൽസ് കളിച്ച് തിരിച്ചു വരുന്നത്. തിരിച്ച് വന്ന് ഒരു ജൂനിയർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് കളിക്കുമ്പോൾ നമ്മുടെ കൈയൊന്ന് പൊട്ടിപ്പോയത്. കൈ പിന്നെ പൊട്ടിയ ശേഷം നമ്മൾക്ക് ഈ കളിയിലേക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഫോക്കസ് ചെയ്താലും നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കളി കുറച്ച് മാറ്റിവെച്ച് നമ്മൾ സാഹചര്യങ്ങളോട് ജോലിക്ക് പോകേണ്ട വന്നു. വലിയൊരു കബഡി കളിക്കാരനാകണമെന്ന സ്വപ്നം തുടക്കത്തിലെ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. കബഡിയെ നെഞ്ചിലേറ്റുന്നവരെ കളിക്കളത്തിൻ്റെ നെറുകയിലേറ്റാൻ സുധി പരിശീലകൻ്റെ കുപ്പായമണിഞ്ഞു. ആരിൽ നിന്നും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ. ഒന്നാമത് സ്പോർട്സ് ഒരു ബിസിനസ് അല്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടാത്തൊരു കാര്യം മറ്റുള്ള കുട്ടികൾക്ക് കിട്ടണം, അത് സൗജന്യമായി കിട്ടണം. അവർക്ക് ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല, ആ കുട്ടികൾക്ക് എത്തിപ്പെടണം എന്നൊരു ചിന്താഗതി മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ സൗജന്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഞ്ചിക്കോട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല, കബഡി ഇഷ്ടമുള്ള ആരെയും സുധി കൈവിടാറില്ല. കൃഷിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. സ്വപ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെ നമ്മൾക്കൊരു ഗവൺമെൻറ് ജോലി വാങ്ങണം തന്നെയാണ് സ്വപ്നം. പക്ഷെ നമ്മൾക്ക് ആ സാഹചര്യം ആയിരുന്നില്ല, ഫാമിലി സിറ്റുവേഷൻസ്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ വിചാരിച്ച ഒരു പഠിത്തത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ പുറകിലേക്ക് പോകാനോ ഉള്ളൊരു പറ്റിയില്ല. വൈഫും പറയും കബഡിയാണ് നിങ്ങൾക്ക്, ഞാൻ ഉറപ്പായിട്ടും കബഡി തന്നെയാണ് നെഞ്ചിൽ. മൽഘോഷ് സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുലെ, സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല എന്ന് സുധീഷ് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും സുധീഷ് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും, അല്ലെ? ഒന്ന് പിൻവാങ്ങേണ്ടി വന്നു എങ്കിൽ പോലും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഇത്രയും കുട്ടികളെ ഗോകുലിന്റെ ഇഷ്ടവും ആ ഒരു പാഷനും, ക്ഷമിക്കണം, സുധീഷിന്റെ ഇഷ്ടവും പാഷനും എല്ലാം പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇത് സുധീഷിന്റെ വിജയം തന്നെയാണ്. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ സുധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ കായികാധ്വാനമായിട്ടൊരു ജോലിയാണ്. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് സാധാരണ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാവും. പക്ഷേ അവിടെ നിന്ന് കഞ്ചിക്കോട് നിന്ന് വാഹനം ഓടിച്ചു വന്ന് ഈ സ്കൂളിലെത്തി കുട്ടികളെ കബഡി പഠിപ്പിക്കുന്നു. അതിനുശേഷം നാട്ടിലുള്ള കുട്ടികളെ കബഡി പഠിപ്പിക്കുന്നു. അതും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ. അപ്പോൾ എത്രമാത്രം അയാൾ ആ കബഡിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണേണ്ടത്. സാധാരണ ഒരു മനുഷ്യന് ക്ഷീണമാവും, അത് പോട്ടെ, ഇത് ഒരു രൂപ പോലും വാങ്ങാതെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വാഹനത്തിൽ പെട്രോൾ അടിച്ചാണ് ഈ ദൂരങ്ങളിലൊക്കെ അയാൾ സഞ്ചരിച്ച് കുട്ടികളെ കബഡി പഠിപ്പിക്കുന്നത്. അത്രമാത്രം അയാൾക്ക് അതിനോട് ഇഷ്ടമുണ്ട്. അയാൾക്ക് 16 വയസ്സിലാണ് കബഡി കളിക്കുന്നതിനിടെ കയ്യിലൊരു പരിക്ക് പറ്റി പിന്നീട് കബഡി കോർട്ടിൽ നിന്ന് എന്നേക്കുമായി മാറേണ്ടി വന്നത്. 16 വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു കായിക താരം വളർന്നു വരുന്നതിൻ്റെ ഏറ്റവും തുടക്കത്തെ ഒരു സമയമാണ്. ആ സമയത്തൊക്കെയാണ് അത്തരം കായിക താരങ്ങൾ ഉദിച്ചു വരുന്നത്. ആ സമയത്ത് തന്നെ ദേശീയ തലത്തിലൊക്കെ സബ് ജൂനിയർ അല്ലെങ്കിൽ ജൂനിയർ വിഭാഗങ്ങളിലൊക്കെ കബഡി കളിച്ച് സുധി അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ കബഡി കളിയിൽ അയാൾ ആഗ്രഹിച്ച നിലയിലേക്കൊന്നും അയാൾക്ക് വളരാൻ പറ്റിയില്ല. കബഡി കളിച്ചൊരു ജോലി നേടണം, സർക്കാർ ജോലി നേടണം, തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പക്ഷെ തനിക്ക് നടക്കാത്ത സ്വപ്നം മറ്റൊരാൾക്ക് പൈസ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ട് നടക്കാതിരിക്കരുത്. അതാണ് ആ ചെറുപ്പക്കാരനുള്ള ഏക ചിന്ത. ശരിയാണ് ഗോകുൽ, അതിനകത്ത് സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട് കബഡിയാണ് എനിക്കെല്ലാം എന്നുള്ളത്. ഒന്ന് പിന്മാറേണ്ടി വന്നു, പക്ഷേ ആ ആഗ്രഹം കൊണ്ട് മുന്നിലേക്ക് ചെല്ലുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങാതെ ആ സ്വപ്നങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വലിയൊരു മനുഷ്യൻ കൂടിയാണ് സുധീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും സുധീഷിനുണ്ട്, അതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ശരി ഗോകുൽ.